അതെ, അമേരിക്കനെ വിശ്വസിച്ചിട്ട് പഴയ പോലെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. പെട്ടെന്ന് ഒരു ഉറപ്പില്ലാത്ത സ്വഭാവമല്ലേ അവന്മാരുടെ. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യം തന്നെ നോക്ക്, അവന്മാർ ഇട്ടുകൊണ്ട് പോയില്ലേ. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഒരുപാട് പേരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി താഴെ പോയി. ഇപ്പൊ എന്റെ കാര്യം തന്നെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് സൂചിക താഴെ പോയി. ഇതെന്താ പുള്ളകളിയാ? അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഓഹരിയൊക്കെ വിട്ടിട്ട് സ്വർണത്തിൽ ഫോക്കസ് ചെയ്യും. സ്വർണ്ണം റിസ്ക് ആണേ. നമ്മുടെ പ്രൊഫഷൻ ആദ്യം വേണ്ട ഇത്തിരി മനോധൈര്യമാണ്. ധൈര്യം ഇല്ലാണ്ടല്ലാന്ന്, ഒരെണ്ണത്തിൽ സ്ലിപ്പായ പിന്നെ എനിക്ക് പഴയ പോലെ അങ്ങോട്ട് ഉറപ്പ് കിട്ടാനില്ല. എന്നാ പിന്നെ തിരി. എന്തൊക്കെ നീ എന്തിനാ തിരിയാൻ പറഞ്ഞത്? ഞാൻ സ്വർണത്തിൽ നിന്ന് നേരെ ഡിജിറ്റലിലോട്ട് തിരിയാനല്ലേ പറഞ്ഞത്. എന്റെ പൊന്നെ, ആള് പേടിച്ചോല്ല. ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയത് നീ കണ്ടില്ലേ? നിനക്ക് സമാധാനമായിട്ട് പറഞ്ഞാൽ പോരെ ഇതൊക്കെ എന്നോട്? ഞാൻ പറഞ്ഞതേ, ഇപ്പൊ എല്ലാ പരിപാടിയും ഡിജിറ്റലല്ലേ. ഇപ്പൊ വർക്ക് ഫ്രം ഹോം. ഈ വർക്ക് ഫ്രം ഹോം നമുക്ക് റിസ്ക് ആണ്. ഇപ്പൊ ഒരുത്തന് പാതിരാക്ക് ഉറക്കൂലല്ലോ, എല്ലാം ഓൺലൈൻ നോക്കിയിരിക്കല്ലേ. എന്നിട്ട് ഇവന്മാര് പകല് കിടന്നുറങ്ങും. അതിൽ നമുക്ക് എന്താ കാര്യമുള്ളത്? ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആളില്ലാത്ത വീട് നോക്കിയിട്ട് കക്കാൻ കയറുന്നത്. ആളുള്ള വീട്ടിൽ കക്കാൻ കയറുമ്പോഴാണ് എനിക്കൊരു ത്രില്ല്. നീ വലിയ സാഹസികനാണല്ല. സാഹസികതയൊന്നുമില്ല. ഇതൊരു പാവം അമ്മയെ സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളും, ഭർത്താവ് ഗൾഫിലാണ്, റിസ്ക് ഇല്ല. അപ്പൊ നീ അങ്ങടല്ലേ? ഞാൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു അമേരിക്കക്കാരൻ ടൂർ പോയിട്ടുണ്ട്. അവിടെ പട്ടിയില്ല, സേഫാണ്. എന്നാ പിന്നെ നാളെ വർക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അടിപൊളിയാക്ക്. ഓൾ ദ ബെസ്റ്റ്. ഡ്യൂട്ടിക്കിടയിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു ശോശാമേ. അതെ, എളയപ്പന്റെ ചിഞ്ചുമോളുടെ ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്താ? നാളെ രാവിലെ പോരെ? പാതിരയ്ക്ക് വിഷ് ചെയ്താലേ ഒരു പഞ്ചുള്ളൂ. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാ മതി. ഓക്കെ. നമ്മുടെ ആധാർ എളയപ്പന്റെ കയ്യില, മറക്കണ്ട. ശരി, നീ ഒന്ന് വെക്കോ. എളയപ്പ, ചിഞ്ചുമോൾക്കേ എന്റെയും ശോശാമ്മയുടെയും വക ബർത്ത്ഡേ വിഷസ്. ഉമ്മ ചിഞ്ചുമോൾക്കാണേ. എളയപ്പൻ സമയമുള്ളപ്പോ കൊടുത്താൽ മതി. എന്തോ ഒരു അനക്കം കേട്ടതുപോലെ. മിണ്ടാതെ കിടന്നുറങ്ങടി. നമ്മുടെ സ്വർണ്ണൊക്കെ ബാങ്കിൽ ലോക്കറിൽ തിരിച്ചു കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ലോക്കറിനേക്കാൾ സേഫായിട്ടാ അതിവിടെ ഇരിക്കുന്നത്. അതേതാ ലോക്കറിനേക്കാൾ സേഫായ സ്ഥലം? താഴെ അടുക്കളയുടെ അടുത്തുള്ള സ്റ്റോർ റൂമിൽ അരിയിട്ട് വെച്ച പാത്രമില്ലേ, അതിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരിക്കുക. ലോകത്തിലൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മയെ സമ്മതിച്ചു. എന്നാ കിടന്നുറങ്ങ. മോളെ ആണോ? അത് ശരി. ഞാനൊരു പാർട്ടിയായിട്ട് എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വരാം. മോള് ബോബി സാറിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞു. ബോബി അങ്കിളിനെ വിളിച്ചു.
ആ അങ്കിളിപ്പോൾ എത്തും. ഓക്കെ. അയ്യേ, വെറുതെ എന്തിനാ മോളെ ആളുകളെയൊക്കെ വിളിച്ചെടുത്തണത്? പറ്റിപ്പോയി, മാപ്പ്. ഓ എൻ്റെ മനോ, തുറന്നു വിട്ടാൽ ആ സെക്കൻഡിൽ ഞാൻ സ്ഥലം വിട്ടോളാം. പിന്നെ ഈ ഏരിയ കാണൂല. ചേച്ചിക്ക് ക്ഷമിച്ചൂടെ? ചേച്ചി പറ്റും. ക്ഷമിക്കാം. എന്നാലും വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്ന് വന്നോട്ടെ. എനിക്ക് ധൃതിയൊന്നുമില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. ചേച്ചി ഇപ്പോഴും ഈ അമ്മിക്കലി തന്നെയാണ് അരപ്പ്. അല്ല, അത് നല്ലതാണ്, കാരണം ഇതിൽ അരച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റാണ്. അമ്മിക്കല്ലേ ഇപ്പം ആമസോണിൽ കിട്ടുന്നുണ്ട്, നല്ല ഓഫറുണ്ട്. ഞാൻ വൈഫിനോട് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് മിക്സി മതിയെന്ന് പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഒപ്പിച്ചു കൊടുത്ത്. തനിക്ക് പിന്നെ കാശ് ചെലവില്ലാതെ തന്നെ കിട്ടുമല്ലോ. ഫാമിലി മാനായി പോയില്ലോ ചേച്ചി. എന്നാലും ചേച്ചി മോളോട് എന്നെ നൈസായിട്ട് പറ്റിച്ചു. ചേച്ചി സീനാക്കല്ലേട്ടാ, ഞാനൊരു പാവാണേ. എവിടെ? വക്കീലുണ്ട്. നീ പോലീസിനെ വിളിച്ചില്ലേ? ബോബിച്ചാൻ വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. പോലീസൊന്നും വേണ്ട സാറേ, ഇത് നമ്മൾ മാന്യന്മാരും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശരിയാ, പോലീസ് വേണ്ട. സാനിറ്റൈസറിങ് എടുത്തേ. മാറിക്കാൻ മോളെ. ബോബി സാർ എത്തിയല്ലേ? ഇവനാണ് പാർട്ടി. മലയാളിയാ. എന്നിട്ടാണോ നീ എവിടെ ഉള്ളടാ? മൂലംകുഴിയിൽ എവിടെ? ചെമ്മീൻ ഫാക്ടറിയുടെ ബാക്കിൽ. ചെമ്മീൻ ഫാക്ടറി ബാക്കി വീട്ടുപേര് പറയടാ. ചെമ്പരത്തിങ്കൽ. ചെമ്പരത്തിങ്ക അന്തോണി ചേട്ടൻ്റെ മോനാണ്. നിന്റെ പേരെന്തോ? സോളമൻ. പള്ളിയിലിട്ടാണ് ശലമോൻ എന്നാണ് പേരൊക്കെ ഗംഭീരമാണ്. ലോറൻസിന് അറിയാമോ അവനെ? ഇവന്റെ തന്റെ അറിയാം, ഹാർബർ ജോലിക്കുണ്ടായിരുന്ന. ആ പാവത്തിന് ഇങ്ങനെ ഒരെണ്ണം വന്ന് പിറന്നെന്നുള്ളതാ. സോ പതറ്റിക്. സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻ. സോഷ്യൽ സിറ്റുവേഷൻസ് ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വെറുതെ റിസ്ക് എടുക്കണ്ട, തലയിലാവും. ലെറ്റ് മീ ട്രൈ. നടക്കടാ. അങ്കിൾ എന്റെ ടൂൾ കിറ്റ് എടുത്തില്ല. ടൂൾ കിറ്റ് സാർ, ആ ബാഗ് ഒന്ന് എടുത്തരും. ഗോൾഡ് പ്ലസ് ചേച്ചി ബോൾട്ടാണ്. മോളും എൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇട്ടോ. നീ അങ്ങനെ പോകണ്ട. അവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊരു അഡ്വഞ്ചറസ് അമ്മയും മോളും. അമ്മച്ചിയോട് ഇതൊന്നും ഇപ്പൊ പറയണ്ട. പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അമ്മച്ചി സമ്മതിക്കില്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഇപ്പോഴാ ചായ ഒന്നും വേണ്ട. അപ്പോൾ അടുത്ത ആഴ്ച എൻട്രൻസിന്റെ മോക്ക് ടെസ്റ്റാ. നീ പഠിക്കുന്നുണ്ടാവല്ലോ? പഠിച്ചോണ്ടിരിക്കുന്നു. സാധാരണ സ്കൂൾ ടെസ്റ്റ് പോലെ അല്ല കേട്ടോ നമ്മുടെ കോച്ചിങ് സെന്ററിലെ ടെസ്റ്റ്. സോ പ്രിസൈസ് ആൻഡ് ഡെഫിനറ്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങ് തന്നൂടെ അങ്കിള്? എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. നീ പഠിക്കാതെ അങ്ങോട്ട് വാ, നിന്നെ നിർത്തി പൊരിക്കും ഞാൻ, മനസ്സിലായേ? ഞാൻ കേട്ടെന്നാ വാതിലൊക്കെ ശരിക്കും കുറ്റിയിട്ടോണേ. ഇനി പാതിരാക്ക് എന്നെ വിളിക്കരുത്. അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്, അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലുള്ളതാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും ഉറപ്പായിട്ടും. ഇതിന് എന്തൊരു ഡെഡിക്കേഷനാ ഇപ്പോഴും തന്നെ പറയാമല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ നല്ല ഹെയർ. എടാ ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ ലേശം മണ്ടനാണല്ലേ. അമ്മേ എത്തിയോ? എപ്പോ? ആ അതാ വരുന്നു. അപ്പൊ ഐ എം ഗോയിങ്. ബൈ. എന്റെ ഒന്ന് കൊടുത്തേക്കണേ. ബൈ. ഞാൻ പറഞ്ഞില്ലേ
എന്നെ കണ്ടാലും അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ നീ അങ്ങോട്ട് കുറച്ച് മാറി നിന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണ് പ്ലീസ്. എടോ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പർണ അയ്യോ പോലെ ഞാൻ തുടങ്ങിയില്ല. ആ വൈകിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ പോയത്? ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും അതിൽ ഓർക്കാന്ന്. നീ എന്താ ഇത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഹായ്. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. ഞാൻ കുറച്ചു നേരം അത് ചെയ്യാം. ഇത് ബോറടിച്ചു തുടങ്ങി. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങ തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ? ഇവനിപ്പോ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയിലാ. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നോ? വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടി മേനോൻ വന്ന് വിളിച്ചോണ്ടേ അവിടെ കാണും. ശരി. ആ പഠിച്ചല്ലോ. ഒരു കോടാലികള്. ഈ വണ്ടി നന്നാക്കാനാണോ അച്ഛൻ ദുബായിന്ന് ഓടി വന്നത്? മേനോ സാറേ അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസമായി എത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. ആ അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. കൂടെ നടക്കട്ടെ. വേണ്ട താങ്ക് യു. അവൾ ഇത് കുടിച്ചോളൂ. ഇല്ല അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാണെന്ന് എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനിവിടെ സാറേ. നീ ഒന്ന് കുളിച്ചില്ലല്ലേ? ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ. കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി, നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ലച്ചാ, ഓ, അപ്പൊ ഈ കഞ്ഞി സൂപ്പൊക്കെ കഴിക്കുന്നവരോ? അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഏയ്, ഇത് എത്ര വറ്റ അങ്ങനെ കളഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുന്ന പറയുക. ഫുഡിനെ റെസ്പെക്ട് ചെയ്യണം. സോറി അച്ഛാ, ഇനി ശ്രദ്ധിച്ചോളാം. ഓ, PG നന്ദകുമാർ. ഇതിൽ അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ബ്രില്യൻ. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസൊക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്.
അച്ഛൻ അമ്മയോട് ഇഷ്ടമാണെന്ന് അവള് മനസ്സിലാക്കിട്ടെന്ന്. എന്തൊരു കൊതുക് അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സമാധാനം അറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കും. പുതിയ നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ. മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ കണക്കാ. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാ. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാഷ് ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളമൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ലേ. പെട്ടിയും കിടക്കയെടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ? ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പോകേണ്ട. ഇത്രയും കാലം തല ഉയർത്തിപ്പിടിച്ചല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ വേദനയുണ്ടോ? കുറച്ച്. ഇവിടെയോ? കുറച്ച്. അപ്പൊ എഴുന്നേറ്റിരിക്കേ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? കുറവാ ഡോക്ടർ. നീ അതോടെ വെച്ചോൻ്റെ നന്ദ. 5-8 കൊല്ലമായതാ. വേറൊരെണ്ണം വാങ്ങാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേടായത് വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ശീലേ പണ്ട് ദുബായിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് നന്നാക്കാൻ കൊടുത്താലേ പുതിയത് വാങ്ങണേൽ കാശാവും. ഇനിയിപ്പം മെക്കാനിക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ. മരുന്നൊന്നും മാറ്റിയിട്ടുണ്ട്. പറഞ്ഞ പത്യവും ചിട്ടയും ഒന്നും തെറ്റണ്ട. ഉത്സാഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് താഴെ പോകാതെ നോക്കണം. ശരി ഡോക്ടർ. ആഹാ, ഇത് ശരിയായി അല്ലേ? അപ്പൊ ഇതിന് കുറച്ചുകൂടി കാലം ഓടുമല്ലോ എന്നെ പോലെ. അച്ഛൻ ഫുൾ കണ്ടീഷൻ അല്ലേ, നിറയെ പേഷ്യൻസും ഇഷ്ടം പോലെ കാശും. കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വേൾഡ് ടൂർ പോകാനുള്ളതാ. ഓഹോ, വയസ്സുകാലത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വയസ്സായ മക്കൾ തന്നെ നോക്കണമെന്ന് വാശി പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട. മക്കളുടെ കാര്യം നോക്കുക, ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അതെങ്ങനെ ശരിയാവുക? മക്കളെ നോക്കേണ്ടത് അച്ഛൻ്റെ കടമയല്ലേ. പ്രായമായി എന്ന് കരുതി അതിനിളവൊന്നും വേണ്ട. ഓ, അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിത് റെസ്റ്റ് എടുക്കാമല്ലോ. അതിന് വിരോധമൊന്നുമില്ല. നീ ഇന്ന് ഫ്രീ ആണോ? ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ അല്ലേ? മാധവൻ നമ്പൂതിരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വന്നിരുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരിക്കും ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പഴയ പോലെ വർക്ക്ഷോപ്പ് തന്നെയാണോ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു ഓർഗാനിക് കറി പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ. വേൾഡ് ടൂറൊക്കെ ഞാൻ സഫാരി ചാനലിൽ കാണുന്നുണ്ട്. കാശൊക്കെ കുറച്ചൊക്കെ എൻ്റെ ഉണ്ടാവും. അച്ഛനല്ലേ എൻ്റെ ധൈര്യം. കാശൊന്നും ആവശ്യമില്ല അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഉഷാറായിട്ട് കൂടെ ഉണ്ടായാൽ മതി. പുകയില വേണ്ടല്ലോ അല്ലേ? പുകയില ഇല്ലാണ്ട് എന്ത് മുറുക്കാനാ? ഒന്ന് മുറുക്കിന്ന് തോന്നണമെങ്കിൽ പുകയില കാണും. ആവാം. താൻ ഇതും കൊണ്ടൊന്ന് അകത്തേക്ക് പോവുക. ആ ഡോക്ടർ കണ്ടാ പിന്നെ അത് മതി. പോയിക്കൊള്ളുക. ഒന്ന് നേരെ ആവട്ടെ. കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറിലാണല്ലോ തിരുമേനി. കിടപ്പാണെന്ന് പറഞ്ഞാലേ ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഓ, ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് കാണണം തോന്നി. എന്നാൽ ചില അസ്വസ്ഥതകളൊന്നും ഇല്ല. ഇയാൾ ദുബായിലല്ലേ? പോന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായി. അച്ഛനൊരു കൂട്ടായല്ലോ. എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു വിഷമം? ഇത്തിരി അജീർണുണ്ട്. ശോധനയും വളരെ കമ്മി. മൂത്രത്തിൽ ചെറുതായ ഒരു മഞ്ഞുണ്ടോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്താ? വടക്കേ തൊടിയിൽ കീഴാർനെല്ലി ഉണ്ടാവും. കുറച്ച് തഴുതാമ്യം പറിച്ചോളൂ. തഴുതാമ വേണോ? അതെന്താ കീഴാർനെല്ലി സമ്മതിക്കില്ലേ? ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം?
പേരക്കുട്ടികൾ കൽക്കത്തയിൽ വന്നിരുന്നു. അവർ ബാറ്റ് കളിക്കുമ്പോൾ ഞാൻ ഇറങ്ങി 2 അടി അടിച്ചു. 3ാമത്തെ അടിക്ക് ഒരൊറ്റ പൊടുത്താണ് ഈ ഭാഗം. ഭയങ്കര വേദന, അനക്കാൻ വയ്യ. തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അയ്യോ അങ്ങനെ ഇതൊരു മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലേ? അതിന് ഈ മെക്കാനിക്ക് മതി. എന്താ ഒന്ന് നോക്കി. ഇയാൾ മതിയോ? ഇയാൾ കുറെ നാളെ എൻ്റെ കൂടെ നടന്നതല്ലേ. തിരുമേനി ഇവിടെ അല്ലേ വേദന എന്ന് പറഞ്ഞ് ശിവനെ ശരിയായല്ലോ. ഓ കൊള്ളാലോ മെക്കാനിക്ക്. നന്നായി നടന്നിരുന്നുമില്ല. കോമ്പറ്റീഷൻ കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടു. ഈ മെഷീൻസ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണല്ലോ അല്ലേ? പിന്നെ നല്ല ഡിമാൻഡുള്ള സമയത്തെ 24 മണിക്കൂർ ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യും. ഒരു കുഴപ്പമുണ്ടാവില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാ. ഞാൻ അങ്ങനെ ഇവിടെ വരാറില്ലേ. എല്ലാം നോക്കി നടത്തുന്നത് രാമൻകുട്ടിയാ. മൂപ്പർക്ക് 2 തടിമില്ലാണ്. ഫുൾ ടൈം ശ്രദ്ധ അതില്ല. അങ്ങനെ അത് പൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് കഷ്ടത്തിലായത് ഞാനാ. 30 വർഷം ഞാനിവിടെ ജോലി ചെയ്യണ ആളാണ്. ഇവിടുത്തെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ മണം അടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. രാമൻകുട്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാ. നിങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതും ഫ്രീ ആയിട്ട് എടുത്തോ. വാ. അതെ, ഇനി പാക്ക് ചെയ്യണ മെഷീനൊക്കെ അപ്പുറത്തുണ്ട്. കാണിച്ചു തരാം. ഇതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് 5-6 കൊല്ലമേ ആയുള്ളൂ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓ അതെ, ഈ പൊടിമില്ല് നടത്തി പൊടിയടിക്കാനാണോ ദുബായിൽ നിന്ന് ഇവിടെ വരെ വന്നത്? ഇതിലും ഭേദം എൻ്റെ ഊബറാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല ലോറൻസേ. നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഗതി മാറും, മൊത്തം കളർഫുൾ ആവും. നാളത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. സമയത്ത് തന്നെ സ്ട്രെങ്ത് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തണം. മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. അതെ, ഒന്ന് പെട്ടെന്ന് വരാമോ? ഇറ്റ്സ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു അമ്മച്ചി. യു കാരോ. ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇറ്റാലിയൻ മസാജ് ചെയർ. വാവ്, ഗ്രേറ്റ്. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ദാ ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാൽ മതി. പണ്ട് ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സദ്യയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴേ വിവരം അറിയുന്നത് വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് ഈ ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ എന്താ അമ്മച്ചി ഇങ്ങോട്ടിരുന്നാട്ടെ. നീ കഴിക്കുന്നു? ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റിങ്. ഹലോ, സൈലന്റിലാണ്ട് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിൽ നിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ. വാ നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങനത്തെ പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാൽ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മളെത്ര ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. എടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്തു ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ നല്ലൊരു ക്രിസ്ത്യാനി പീസ്റ്റാണ്. അതിനേക്കാൾ ഫ്രഷ് ആയത്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്തു.